بسم الله الرحمن الرحيم نحمده ونسلي على رسوله الكريم أما بعد കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകിയ ഉന്നതമായ അനുഗ്രഹങ്ങളെ അറിയിച്ചിരിക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. അഥവാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സത്യ ദീനിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവരതിനെ സ്വീകരിക്കാത്തതിൽ വലിയ വിഷമമുള്ളവരായിരുന്നു. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് നൽകി. അതിനെ കണ്ടിട്ടും ആസ്വദിച്ചിട്ടും അല്ലാഹുവിനെ മനസ്സിലാക്കാതെ നിഷേധം കാണിച്ചവർ, അവർക്ക് അല്ലാഹു തആല ശിക്ഷ നൽകുന്നതാണ്. തങ്ങളുടെ ഉത്തരവാദിത്തം അവർക്ക് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കലാണെന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْكَ الْبَلَاغُ الْمُبِينُ. ഇനി അവർ മുഖം തിരിച്ച് കളഞ്ഞാൽ താങ്കളുടെ കടമ വ്യക്തമായ നിലയിൽ എത്തിച്ചു കൊടുക്കുക മാത്രമാണെന്ന് അറിയിക്കുക. يَعْرِفُونَ نِعْمَةَ اللَّهِ ثُمَّ يُنْكِرُونَهَا وَأَكْثَرُهُمُ الْكَافِرُونَ. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറിയുകയും ശേഷം അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവരിൽ അധികവും നന്ദി കെട്ടവരാണ്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനും സത്യദീനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായി വലിയ ത്യാഗങ്ങൾ ചെയ്തു. അവരോരോരുത്തരും നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് വലിയ രീതിയിലുള്ള ആഗ്രഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സത്യദീനിനെ സ്വീകരിക്കാത്തതിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. അല്ലാഹു തആല അറിയിക്കുകയാണ്, തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ്, ആ കൽപ്പനയെ എത്തിച്ചു കൊടുക്കലാണ് കടമയായിട്ടുള്ളത്. അവർക്ക് ഹിദായത്ത്, സന്മാർഗം നൽകലും നൽകാതിരിക്കലും അള്ളാഹുവിൻ്റെ കടമയാണ്. തങ്ങളോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് ആ കാര്യത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അവർക്ക് വ്യക്തമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ മനസ്സിലാകുന്നതാണ്. ആകാശഭൂമികളിലോട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ മനസ്സിലാകുന്നതാണ്. തങ്ങൾ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ മനസ്സിലാകുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ അള്ളാഹുവിനെ മനസ്സിലായിട്ടും അഹങ്കാരം കാരണത്താലും ഭൗതിക താല്പര്യങ്ങൾ കാരണത്താലും അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണ്. അതിലൊരിക്കലും തങ്ങൾ പിടിക്കപ്പെടുന്നതല്ല. അവരുടെ ശിക്ഷ അവർക്ക് തന്നെയാണ് ഉണ്ടാവുക. തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ ദീനിനെ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അതിനെ തങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുക. അള്ളാഹു തങ്ങളെ അതാണ് ഏൽപ്പിക്കുന്നത്. അവർക്ക് സന്മാർഗം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കടമയാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത്, ഓരോ മനുഷ്യർക്കും അള്ളാഹു തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കി കൊടുത്തു. ആ ദീനിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു കുറവും വരാനില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നതിൻ്റെ പ്രയാസം, അത് കാരണമായുള്ള ശിക്ഷകൾ അത് അനുഭവിക്കേണ്ടത് ഓരോരുത്തരുമാണ്. അള്ളാഹുവിനനുസരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കേണ്ടത് അതും ഓരോരുത്തരും സ്വന്തം തന്നെയാണ്. ആ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ അവസ്ഥ അറിയിച്ചിരുകയാണ്. وَيَوْمَ نَبْعَثُ مِنْ كُلِّ أُمَّةٍ شَهِيدًا ثُمَّ لَا يُؤْذَنُ لِلَّذِينَ كَفَرُوا وَلَا هُمْ يُسْتَعْتَبُونَ. ഒരു ദിവസം എല്ലാ ജനങ്ങളിൽ നിന്നും ഓരോ സാക്ഷികളെ നാം യാത്രയാക്കും. ശേഷം നിഷേധികൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകപ്പെടുന്നതല്ല, അവരോട് പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടുന്നതുമല്ല. وَإِذَا رَأَى الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ. അക്രമികൾ ശിക്ഷയെ കണ്ടാൽ അവരിൽ നിന്നും ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല, അവർക്ക് ഇളവ് നൽകപ്പെടുന്നതുമല്ല.
وَإِذَا رَأَى الَّذِينَ أَشْرَكُوا شُرَكَاءَهُمْ قَالُوا رَبَّنَا هَؤُلَاءِ شُرَكَاؤُنَا الَّذِينَ كُنَّا نَدْعُو مِن دُونِكَ فألقوا إليهم القول إنكم لكاذبون. പടച്ചവനോട് പങ്കു ചേർത്തവർ പങ്കുകാരെ കണ്ടാൽ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്നെ വിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ പങ്കുകാർ ഇവരാണ്, നിങ്ങൾ കള്ളന്മാരാണെന്ന് അവർ ആരാധകരോട് തിരിച്ചടിക്കും. وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفترون. അന്നേ ദിവസം അള്ളാഹുവിന് മുമ്പാകെ അവർ പരിപൂർണ അനുസരണ പ്രകടിപ്പിക്കും. കെട്ടിച്ചമച്ച കാര്യങ്ങൾ അവരിൽ നിന്നും മാറിപ്പോകുന്നതുമാണ്. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. സത്യത്തെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയുകയും ചെയ്തവർ അവർ നാശമുണ്ടാക്കിയ കാരണത്താൽ ശിക്ഷയുടെ മേൽ ശിക്ഷ നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ അവസ്ഥയെ അറിയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്, ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിൽ നിന്നും ഒരു സാക്ഷിയെ പുറപ്പെടുവിക്കുന്നതാണ്. അഥവാ ഓരോ സമുദായത്തിലോട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലോട്ട് അയക്കപ്പെട്ട പ്രവാചകരാണ്. ഇങ്ങനെ ഓരോ സമുദായത്തിലോട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സത്യത്തെ മനസ്സിലാക്കി കൊടുക്കാൻ ഓരോ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ ഓരോ പ്രവാചകന്മാരും അവരുടെ ദൗത്യം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുകയും ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പ്രവാചകന്മാരെ പരലോകത്ത് അല്ലാഹു തആല ആ സമുദായത്തിന് സാക്ഷിയായിക്കൊണ്ട് ഹാജരാക്കുന്നതാണ്. ആ പ്രവാചകന്മാർ എല്ലാ കാര്യങ്ങളും പറയുന്നതും അവർക്ക് സത്യമായ ദീനിനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സാക്ഷി നിൽക്കുന്നതുമാണ്. പ്രവാചകന്മാർ സത്യം പറയുന്ന സന്ദർഭത്തിൽ നിഷേധികൾക്ക് യാതൊന്നും പറയാനുള്ള അവസരം നൽകപ്പെടുന്നതല്ല. ദുനിയാവിൽ പല രീതിയിലും സത്യത്തെ ന്യായീകരിക്കാനും ആ സത്യത്തെ അസത്യമായി ചിത്രീകരിക്കാനും മനുഷ്യർ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും തങ്ങൾക്കെതിരെ ആരെങ്കിലും പറയുമ്പോൾ ആ കാര്യത്തെ അസത്യമായി ചിത്രീകരിക്കാനും ന്യായീകരിക്കാനും മനുഷ്യൻ പല രീതിയിലും സംസാരിക്കാറുണ്ട്. എന്നാൽ പരലോകത്ത് അങ്ങനൊരു അവസരവും ആർക്കും നൽകപ്പെടുന്നതല്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കും സംസാരിക്കുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും. അതുകൊണ്ട് ആ സമയത്ത് പ്രവാചകന്മാർ പറയുന്ന സന്ദർഭത്തിൽ ഒരു നിഷേധിക്കും സംസാരിക്കാനുള്ള അവസരം നൽകപ്പെടുന്നതല്ല. ആ പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അന്നത്തെ ദിവസം പശ്ചാത്തപിക്കണമെന്ന് ഏതെങ്കിലും നിഷേധിക്ക് തോന്നിയാൽ ആ ദിവസം അവർക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം ലഭിക്കുന്നതല്ല. പശ്ചാത്തപിക്കുന്നത് ദുനിയാവിൽ നിന്നുമായിരുന്നു. റൂഹ് തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ അഥവാ മരണം മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്തപിക്കാനുള്ള അവസരമില്ല. പശ്ചാത്തപിക്കേണ്ടത് മരണത്തിന് മുമ്പായിരുന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെയ്ത് തെറ്റായിപ്പോയല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി പശ്ചാത്തപിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് പശ്ചാത്തപിക്കാനോ മടങ്ങി ദുന്യാവിൽ പോയി സൽക്കർമ്മങ്ങൾ ചെയ്യാനോ ഉള്ള അവസരങ്ങൾ അവർക്ക് നൽകപ്പെടുന്നതല്ല എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ദുന്യാവിൽ വെച്ചായിരുന്നു ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടത്, ദുന്യാവിൽ വെച്ചായിരുന്നു പാപങ്ങളിൽ പശ്ചാത്തപിക്കേണ്ടത്, ദുന്യാവിൽ വെച്ചായിരുന്നു നന്മകൾ ചെയ്യേണ്ടത്. മരണത്തിന് ശേഷം പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ശിക്ഷയും പ്രതിഫലവും ലഭിക്കേണ്ട സ്ഥലമാണ്. അവിടെ പിന്നീട് പശ്ചാത്തപിക്കാനോ നന്നാവാനുള്ള തീരുമാനമെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതല്ല. ദുന്യാവിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലമാണ് അവിടെ വെച്ച് ലഭിക്കുക. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, നിഷേധികളായ ആളുകൾക്ക് അന്നത്തെ ദിവസം ഒരു കരുണയും കാണിക്കപ്പെടുന്നതല്ല, അവിടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല, അവർക്ക് അവധി നീട്ടി നൽകപ്പെടുന്നതുമല്ല. എന്താണോ അവർ ദുന്യാവിൽ ചെയ്ത കർമ്മങ്ങൾ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. അതിൽ യാതൊരു രീതിയിൽ ലഘൂകരണം ഉണ്ടാവുന്നതല്ല, അവർക്കൊരു ഇളവും നൽകപ്പെടുന്നതല്ല. ദുന്യാവിൽ എന്തെങ്കിലും ഇളവിനെ പ്രതീക്ഷിക്കാം, പക്ഷെ പരലോകത്ത് നഷ്ടവാളിയായി കഴിഞ്ഞാൽ കാലാകാലം നഷ്ടവാളിയാണ്. അതുകൊണ്ട് ദുന്യാവിൽ പ്രവർത്തിച്ച പാപങ്ങൾക്കുള്ള ശിക്ഷ പരലോകത്ത് ലഭിക്കുകയും
അതിനെ മനുഷ്യൻ സഹിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ന്യായീകരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടും അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ പാപങ്ങളെ അള്ളാഹു ലഘൂകരിക്കുന്നതുമാണ്. പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെയും അള്ളാഹു ആ കാര്യത്തെ അറിയിച്ചു തന്നിട്ടുമുണ്ട്. എന്നാൽ പൊതുവായ കാര്യമെന്നുള്ളത് ദുനിയാവിൽ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ ഓരോ മനുഷ്യരും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യമാണ്. മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധികളായ ആളുകളുടെ നഷ്ടത്തെ അറിയിച്ചിരുകയാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളെയും അവരുടെ ആരാധനയായി സ്വീകരിച്ചു. അള്ളാഹുവിനെ നിഷേധിക്കാനായി പല ഭൗതികമായ കാര്യങ്ങളെയും അവർ സ്നേഹിച്ചു. ഇങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കാൻ അവർ ഉപയോഗിച്ച വസ്തുക്കൾ, അവരുപയോഗിച്ച ആൾദൈവങ്ങൾ, ഇവരെല്ലാവരും പരലോകത്ത് അവരോടൊപ്പം ഹാജരാക്കപ്പെടുന്നതാണ്. ആ സമയത്ത് ജനങ്ങൾ പറയും, നിങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ചത്. അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹുവെ ഈ വസ്തുക്കളെ, ഈ വ്യക്തികളെ നമ്മൾ ആരാധിച്ചു, നമ്മൾ നമ്മുടെ രക്ഷകരായി കണ്ടു. അള്ളാഹുവെ ഇതിലൊരു തീരുമാനമെടുക്കുക എന്ന് പറയും. ഈ സന്ദർഭത്തിൽ ദുന്യാവിൽ വെച്ച് ഏതൊരു വ്യക്തിയെയാണോ, ഏതൊരു വസ്തുവിനെയാണോ രക്ഷകരായി മനുഷ്യർ കണ്ടത്, അവർ പറയുന്നതാണ്, അള്ളാഹു ഇവർ കളവാണ് പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ആരാധിക്കാൻ ഇവരോട് പറഞ്ഞിട്ടില്ല, ഇവർ കളവാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരോട് ആരാധിക്കപ്പെട്ടവർ പറയുന്നതാണ്. അങ്ങനെ നിങ്ങളെ വഞ്ചിക്കുന്നതായ, പരലോകത്ത് നിങ്ങളെ എതിർത്ത് പറയുന്ന വ്യക്തികളെ നിങ്ങൾ ആരാധിക്കരുത്. എപ്പോഴും നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന, ഇരുലോകത്തും നിങ്ങൾക്ക് സഹായിയായി ഉണ്ടാവുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നതാണ്. ഇങ്ങനെ ആരാധിക്കപ്പെട്ടവരിൽ നിന്നും ആരാധകർ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് തിരിയുകയും അള്ളാഹുവോട് പറയുകയും ചെയ്യുന്നതാണ്, അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി, പൂർണ്ണമായും ഞങ്ങൾ നിന്നെ അനുസരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പുറത്തു തരയണമേ, ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അവർ അള്ളാഹുവിന് മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്നതാണ്. എന്നാൽ അള്ളാഹു തആല അറിയിക്കുകയാണ്, നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും ജനങ്ങളെ തടയുകയും പാപകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, അവർക്ക് അള്ളാഹു തആല പരലോകത്ത് ശിക്ഷ നൽകുന്നതാണ്. ദുന്യാവിൽ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെ അള്ളാഹു പരലോകത്ത് അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. ഒരിക്കലും പരലോകത്ത് പശ്ചാത്തപിക്കാനുള്ള അവസരമില്ല, നന്നാവാനുള്ള തീരുമാനം എടുക്കാനുള്ള അവസരവുമില്ല. എന്താണോ അവർ ചെയ്തത് അതിനുള്ള ഫലം, അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ ആയിരുന്നു ആരാധിക്കേണ്ടത്. ദുന്യാവിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ മാത്രമാണ് വിജയമെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാകും. ആ സമയത്തിന് കാത്തു നിൽക്കാതെ മരണത്തിന് മുമ്പ് തന്നെ ആ കാര്യത്തെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുക, അതിലാണ് വിജയമുള്ളത്. പരലോകത്ത് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. മടങ്ങി ദുന്യാവിൽ വന്ന് നന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതുമല്ല, പാപങ്ങൾ പശ്ചാത്തപിക്കാനുള്ള അവസരവും ലഭിക്കുന്നതല്ല എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.